കോൺഗ്രസിലേക്ക് വന്നാൽ അവിടെ ഒരു തലമുറ മാറ്റം നടന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ മാറി. അതിനെയൊക്കെ എങ്ങനെയാ നോക്കണേ? അല്ല, ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കോൺഗ്രസിനെ പറ്റി പറയാൻ തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ ഇപ്പോൾ BJP. പക്ഷെ എനിക്കിത് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം സുധാകരൻ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതിപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് മോശമായി. തമ്മിൽ പലരും മനസ്സും അടുത്ത് പഴയ കോൺഗ്രസ്സുകാർ പലരും എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി പണിയെടുക്കണില്ല, എന്തിനാ അത്, തമ്മിൽ വെറുതെ വഴക്കും കാര്യങ്ങളും. പിന്നെ വന്ന ആളുകളെ പറ്റിയിട്ട് വലിയ അഭിപ്രായം കോൺഗ്രസ്സുകാർക്കില്ല. പറഞ്ഞു, എൻ്റെ സഹോദരൻ പണ്ട് പറഞ്ഞ മാതിരി എന്ത് ഫോട്ടോ അറിയുന്ന ആളെ വെക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ സണ്ണി ജോസഫിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും സണ്ണി ജോസഫിനെ പറ്റി പലർക്കും അറിയില്ല. അദ്ദേഹം ഒരു എന്താ പറയണ്ട, ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് ബാക്കി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെന്നൊന്നും എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കിടന്നിങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് പോലും അത് അറിയണില്ല. പിന്നെ സാധാരണ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തവരില്ല. അദ്ദേഹം എന്താ പറയുക, കട്ടക്ക് എല്ലാവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന ഒരാൾ. ഇപ്പോൾ കോൺഗ്രസ് അതുകൊണ്ട് ഒരു DCC ലെവലിലേക്ക് താണമാതിരി എനിക്ക് തോന്നണം. KPC അല്ല, ഇപ്പോൾ DC ലെവലിലെ ആൾക്കാരാണ് അതിലിരിക്കുന്നത്. അടുത്തൊരു ഇലക്ഷനിൽ 2026 എന്തായിരിക്കും എന്നാണ് ഒരു തോന്നൽ? അല്ല, കോൺഗ്രസിൻ്റെ ഇത് ഇപ്പോഴത്തെ അടിയും ബഹളവും എല്ലാം കൂടി കണ്ടിട്ട് ശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഇല്ല. അവരെ എങ്ങനെയാണ് എന്തോ ഈ 100 സീറ്റ് എന്ന് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അതിനിടയ്ക്ക് ആരോ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും, അപ്പം പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നൊക്കെ. അത് വെട്ടിത്തരാണ്. കാരണം പണ്ട് രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഗുണം പാർലമെൻറ്റിലാണ് കിട്ടിയത്. അസംബ്ലി ആയപ്പോൾ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരിക്കൽ ഒരു ചക്ക വീണ് മലയെത്തുമെന്ന് പറഞ്ഞ മാതിരി എപ്പോഴത് ഉണ്ടാവണം എന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു അവിടുന്ന് ഒരാൾ ഇവിടെ വന്ന് മത്സരിക്കുക. അതൊക്കെ വെറും വെട്ടിത്തരങ്ങളാണ്. ഈ 100 സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉറപ്പുള്ള ഒരാൾ ഇത് പറയില്ല, നമ്മുടെ ഉള്ളിൽ വെക്കുകയുള്ളൂ. അങ്ങനെ ഇല്ലാത്തവരാണിത് പറയണത്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്ക് അറിയണില്ല എങ്ങനെയാണ് UDF അധികാരത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിനൊരു തുടർഭരണം കിട്ടുന്നുള്ള അത് നമുക്ക് എന്താ പറയണ്ടേ, BJPയുടെ നില നന്നായിട്ട് BJP ഒന്നുമില്ലെങ്കിലും എന്താ പറയണ്ട, അധികാരത്തിലെത്തോ എന്നുള്ളതൊന്നും എനിക്ക് ഈ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. പക്ഷെ BJP ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര് ഭരിക്കണം, BJP ഡിസൈഡിങ് ഫാക്ടർ ആകുക എന്ന് പറഞ്ഞാൽ പിണറായിക്ക് അല്ലെങ്കിൽ CPM-ന് തുടർഭരണം കിട്ടുന്നു എന്നുള്ളതാണ്. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇക്കാര്യത്തിൽ ഞാൻ പറയാറില്ലേ, അവസാനത്തെ ഒരു 3 മാസം 6 മാസം ആകുമ്പോഴേ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്ത് നല്ല ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അവസാനത്തെ ഒരു 6 മാസമാണ് ജനങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് UDF-ന് യാതൊരു സാധ്യതയും ഞാൻ കാണണില്ല.